വസന്തകാലത്തിന്റെ രാജകുമാരി. ഒരിക്കൽ ചന്ദ്രനിലെ മൂണാറോ എന്നു പേരുള്ള ഒരു വലിയ ആള് ചന്ദ്രനിൽ നടക്കാനിറങ്ങിയപ്പോൾ അവൻ ഭൂമിയിലെ സുന്ദരിയായ ഒരു വലിയ പെൺകുട്ടിയെ കണ്ടു. അവളുടെ പേരായിരുന്നു ബ്ലൂല. മൂണാറോ അവളെ ഇഷ്ടപ്പെട്ടു. അവളെ വിവാഹത്തിനായി ചോദിക്കാൻ തീരുമാനിച്ചു. അവൻ ചന്ദ്രനിൽ നിന്ന് നേരെ ചാടി ഭൂമിയിലേക്കെത്തി. അവൻ അവളുടെ മുന്നിൽ ഒരു മരം പിഴുതു പൂവിനെ പോലെ പിടിച്ചു. അവന്റെ സ്നേഹം അവളെ അറിയിച്ചു. ബ്ലൂല അവനെ കണ്ട് സന്തോഷിച്ചു. അവൾ ചിരിച്ചു. മൂണാറോ അവളെ ജയിച്ചിരിക്കുന്നു. മൂണാറോ മഹാനായ നദിയുടെ അടുത്തായി അവൾക്കൊരു സുന്ദരമായ കൊട്ടാരം പണിതുകൊടുത്തു. അത് ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കൊട്ടാരമായിരുന്നു. ബ്ലൂല വളരെയധികം സന്തോഷിച്ചു. ഉടൻ തന്നെ മൂണാറോയ്ക്കും ബ്ലൂലയ്ക്കും ഒരു കുട്ടി ജനിച്ചു. അവളെ അനുഗ്രഹിക്കാനായി വന്ന ആ മന്ത്രവാദി പ്രഖ്യാപിച്ചു, ഇവൾ വസന്തകാലത്തെ രാജകുമാരിയായി മാറും. എല്ലാ നദിയിലും തടാകത്തിലും ഇവൾ ഭരിക്കും. ഞാൻ ഇവൾക്ക് രാജകുമാരി സ്പ്രിംഗ് എന്ന് പേരിടുന്നു. ബ്ലൂലയും മൂണാറോയും വളരെയധികം സന്തോഷിച്ചു. സുന്ദരിയായ രാജകുമാരി വളർന്നു വലുതാകാൻ തുടങ്ങിയപ്പോൾ കുറേ ആൺകുട്ടികൾ കൊട്ടാരത്തിന് താഴെ അവൾക്കായി പാടാൻ വന്നു. പക്ഷെ അവൾക്ക് ആരെയും ഇഷ്ടമായില്ല. അവൾ അവളുടെ സ്വന്തം കൊട്ടാരത്തിൽ അമ്മയുടെ ഒപ്പം വളരെയധികം സന്തോഷത്തിലായിരുന്നു. അവൾ ഒരാൺകുട്ടിക്കും അവസരം കൊടുത്തില്ല. ലോകത്തിലെ ഒരു പെൺകുട്ടിയും സ്വന്തം അമ്മയെ രാജകുമാരി സ്പ്രിംഗ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കത്തില്ലായിരുന്നു. ഒരു ദിവസം സോളാരിസ്, സൂര്യന്റെ രാജകുമാരൻ, അവളെ ജയിക്കാനായി വന്നു. രാജകുമാരി അവനെ കണ്ടതും അതിശയിച്ചു പോയി. കാരണം സോളാരിസ് അവൾ കണ്ടതിൽ ഏറ്റവും സുന്ദരനായ ആളായിരുന്നു. വൗ, അവനെ കാണാൻ എന്തു സുന്ദരനാണ്! ഏയ് സുന്ദരിയായ രാജകുമാരി സ്പ്രിംഗ്, എന്റെ പേരാണ് സോളാരിസ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വന്നതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രാജകുമാരി ഒരു നിമിഷം സങ്കടത്തിലായി. ഓ മഹാനായ സോളാരിസ്, നീ വളരെ സുന്ദരനും നല്ലവനുമാണ്. ഞാനും നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ എനിക്ക് എന്റെ അമ്മയെ വിട്ടുപിരിയാൻ പറ്റില്ല. കാരണം ഞാൻ അവരെ ആരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. സങ്കടത്തോടെ സോളാരിസ് അവിടെ നിന്നും പോയി. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ച പോലെ സോളാരിസ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. സ്പ്രിംഗ് രാജകുമാരിയെ വിളിച്ചു. ഓ സുന്ദരിയായ രാജകുമാരി സ്പ്രിംഗ്, ദയവായി വന്നെന്നോട് സംസാരിക്കൂ. അവന്റെ ശബ്ദം കേട്ട് രാജകുമാരി ഓടി ജനലിന്റെ അടുത്തേക്ക് വന്നു. ഓ സോളാരിസ്, അങ്ങയെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിന്നെ കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു രാജകുമാരി. ഞാൻ വന്നത് ഇത് പറയാനാണ്. എനിക്ക് നിന്നെ മറക്കാനാവില്ല. എനിക്ക് നിന്നിൽ നിന്നും ദൂരെയാകാൻ സാധിക്കില്ല. പക്ഷെ നിന്റെ സ്നേഹം അമ്മയോടാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യം പറയാൻ വന്നതാണ്. അതെന്തായിരിക്കും? എന്നെ വിവാഹം കഴിക്കൂ. എന്റെ കൂടെ എന്റെ രാജ്യത്തേക്ക് വരൂ. എന്റെ കൂടെ എല്ലാ വർഷം 9 മാസം താമസിക്കൂ. പിന്നെ ബാക്കി 3 മാസം തിരിച്ചു വന്ന് അമ്മയുടെ കൂടെ നിനക്ക് താമസിക്കാം, അവരുടെ കൂടെ ഇരിക്കാം. രാജകുമാരി സ്പ്രിംഗ് പുഞ്ചിരിച്ചു. കാരണം സോളാരിസിന്റെ വാക്കുകൾ അവളെ സന്തോഷിപ്പിച്ചു. രാജകുമാരി സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ അവർ വിവാഹിതരായി. വിവാഹത്തിന് ശേഷം അച്ഛനോടും അമ്മയോടും വിട പറഞ്ഞ് അവൾ സോളാരിസിനോടൊപ്പം പോയി. വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൂണാറോ ബ്ലൂലയെ കാണുവാനായി പോയി. ഹേയ് പ്രിയപ്പെട്ടവളെ, എനിക്ക് തിരിച്ച് എന്റെ രാജ്യത്ത് പോയി എന്റെ ആൾക്കാരെ നോക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഒന്നാലോചിക്കൂ, എന്റെ കാര്യമോ? ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പക്ഷെ പ്രിയപ്പെട്ടവളെ, ഞാൻ എപ്പോഴും നിന്നോട് എന്റെ കൂടെ വരാൻ പറയാറില്ലേ? പക്ഷെ നീ ഒരിക്കലും വരാറില്ല. നിനക്ക് നിന്റെ കൊട്ടാരം വിടേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പണിതത് തന്നെ. പ്രിയപ്പെട്ടവളെ, നീ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു. എനിക്ക് ഭൂമി ഉപേക്ഷിച്ച് വരാൻ പറ്റില്ല. നിങ്ങൾ പൊക്കോളൂ. ഞാൻ എല്ലാ വർഷവും പോലെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കാം. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചതിന് ശേഷം മൂണാറോ വിട പറഞ്ഞു. അതിനുശേഷം ബ്ലൂലയ്ക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ബ്ലൂല തടാകത്തിന്റെ അടുത്തുള്ള തോട്ടത്തിൽ നടക്കാൻ തീരുമാനിച്ചപ്പോൾ അവൾ അറിഞ്ഞില്ലായിരുന്നു ക്രിസ്റ്റൽ എന്ന ഐസ് ജയന്റ് അവളെ കാത്തിരിക്കുകയായിരുന്നു എന്ന്. അവൾ ഘോരവനത്തിലേക്ക് നീങ്ങിയപ്പോൾ ക്രിസ്റ്റൽ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്വാഗതം ബ്ലൂല, നീ പുറത്തേക്കിറങ്ങാൻ അല്പം താമസിച്ചു. നിങ്ങൾ ആരാണ്? ഞാനാണ് ക്രിസ്റ്റൽ, ദ ഐസ് ജയന്റ്. ഞാൻ നിന്നെ ഇവിടെ നശിപ്പിക്കാനാണ് വന്നത്. ഫ്രീസ്! പെട്ടെന്ന് തന്നെ ബ്ലൂല തണുത്തു മരവിച്ച് ഐസായി മാറി.
ഇനി ഭൂമി മുഴുവനും എന്റേതാണ്. പെട്ടെന്ന് തന്നെ ഭൂമി മുഴുവൻ ഐസായി മാറി. പഴങ്ങളെല്ലാം ഐസായി, പൂക്കളെല്ലാം മാഞ്ഞുപോയി, മൃഗങ്ങളും തണുത്തു മരവിക്കാൻ തുടങ്ങി. ബുദ്ധിശാലിയായ മൊനോറോയുടെ മന്ത്രി ഇതെല്ലാം മൊനോറോയോട് പറഞ്ഞു. അപ്പോൾ മൊനോറോ മന്ത്രിയോട് സോളാരിസിനോടൊപ്പം ഒരു കൂടിക്കാഴ്ചയ്ക്കായി ആഗ്രഹം പ്രകടിപ്പിച്ചു. മഹാരാജൻ, അങ്ങ് സോളാറിസിനെ രഹസ്യമായി കാണണം. ക്രിസ്റ്റൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയാനും പാടില്ല. അഥവാ അവൾക്ക് മനസ്സിലായാൽ അവൾ നിങ്ങൾക്കെതിരെ തയ്യാറെടുപ്പുകൾ ചെയ്യും. നിങ്ങൾ ശരിയാണ് പറയുന്നത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മന്ത്രി മൊനോറോയ്ക്ക് ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. അത്യുഗ്രൻ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അന്ന് സന്ധ്യാസമയം മൊനാറോ ചന്ദ്രനെ ഭൂമിക്കും സൂര്യനും ഇടയ്ക്കായി നീക്കിവെച്ചു. അത് കാരണം ഗ്രഹണമുണ്ടായി. ഭൂമി മുഴുവനും ഇരുട്ടിലായി. മൊനാറോ സോളാറിസിനെയും പ്രിൻസസ് സ്പ്രിങ്ങിനെയും വഴിയിൽ കണ്ടുമുട്ടി. എന്നിട്ട് അവരോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. രാജകുമാരി സ്പ്രിങ് ഭയന്നു. അമ്മേ, ഓ! തന്റെ ഭാര്യ ഭയന്നതിനാൽ സോളാറിസിന് രോക്ഷം വന്നു. ഞാൻ ആ ക്രിസ്റ്റലിനെ എന്റെ പ്രകാശം കൊണ്ട് അലിയിച്ചു കളയും. മൊനാറോ, എന്റെ വഴി മാറൂ. മൊനാറോ തലയനക്കി, എന്നിട്ട് വഴിമാറി. സോളാറിസ് ക്രിസ്റ്റലിനെതിരെ പ്രകാശം ഉപയോഗിച്ചു. പെട്ടെന്ന് തന്നെ എല്ലാ ഐസും അലിയാൻ തുടങ്ങി. ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ ഐസ് അലിയുന്നത് എന്തുകൊണ്ടാണ്? സൂര്യന്റെ പ്രകാശം അവൾക്ക് താങ്ങാനായില്ല. അവൾക്ക് മനസ്സിലായി അത് സോളാറിസ് ആയിരുന്നുവെന്ന്. ശരി ശരി, നിർത്തൂ. നീ ബ്ലൂ ലയെ വിടുന്നതുവരെ ഞാൻ ഇത് നിർത്തില്ല. ഞാൻ അവളെ വെറുതെ വിടും, പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല നിനക്ക് മനസ്സിലായി എന്ന്. നീ വെറുതെ വിടുന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ മൊത്തമായി അലിയിച്ചു കളയും. അതിലൊരു ചട്ടങ്ങളുമില്ല. ശരി, ചെയ്യൂ. അലിയിക്കൂ എന്നെ. പക്ഷെ ഓർക്കുക, എന്നെ അലിയിച്ചാൽ ഭൂമി മുഴുവനും പ്രളയം കൊണ്ട് നിറഞ്ഞിരിക്കും. അത് വർഷങ്ങളെടുത്താലും പഴയതുപോലെ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോളാറിസ് ഇത് കേട്ട് അതിശയിച്ചു. അവൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾക്ക് അവളെ അലിയിക്കാൻ പറ്റില്ല. അവളുടെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കൂ. സോളാറിസിന് വളരെയധികം ദേഷ്യം വന്നു. ശരി, എന്താണ് നിന്റെ ചട്ടങ്ങൾ? ഞാൻ ഇപ്പോൾ പോകുന്നു. പക്ഷേ എല്ലാ വർഷവും രാജകുമാരി സ്പ്രിങ്സ് നിങ്ങളെ കാണുവാൻ വരുമ്പോൾ ഭൂമിയിൽ ഞാനായിരിക്കും ഭരിക്കുക, എല്ലാ 9 മാസവും. അത് വളരെ തെറ്റാണ്. 9 മാസം ഇത്രയും തണുപ്പ് ഭൂമിക്ക് നാശം മാത്രമേ വരുത്തുകയുള്ളൂ. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ക്രിസ്റ്റൽ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ശരി, 7 മാസം. ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ, അതെ, മോൺസൂൺ പുത്രൻ എവിടെയാണ് കറങ്ങാൻ പോകാന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ അവനെ അവന്റെ അമ്മുമ്മയുടെ കൊട്ടാരത്തിൽ എല്ലാ വർഷവും 3 മാസത്തേക്ക് പറഞ്ഞുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ ഭൂമിയെക്കുറിച്ച് പഠിച്ച് അവൻ അവിടെ മഴ പെയ്യിക്കാനായി. ഓ, എന്നെ പറയുന്നത് ഒരു കുട്ടിയാ? അവനൊരു സാധാരണ കുഞ്ഞല്ല. അവൻ സോളാറിസിന്റെയും രാജകുമാരി സ്പ്രിങ്ങിന്റെയും മകനാണ്. ഓ, ബ്ലാ ബ്ലാ. ഓക്കെ, ശരി. 4 മാസം കുറയില്ല. 2 4 എല്ലാം ശരിയാണ്. നിർത്തൂ നിങ്ങൾ രണ്ടും. പക്ഷെ പ്രിയപ്പെട്ടവളെ, ഞാൻ ആ കാര്യം എങ്ങനെയാണ്? എനിക്കറിയാം. പക്ഷെ എന്റെ അമ്മ അവിടെ ഒരു പ്രതിമയായിട്ട് നിൽക്കുകയാണ്. 3 മാസം. നിനക്ക് 3 മാസം എല്ലാ വർഷവും. വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. എന്നാ ശരി, ഞാൻ നിങ്ങളെയെല്ലാം അടുത്ത വർഷം കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു തണുത്ത ഇളം കാറ്റായി അവിടെ നിന്നും മാഞ്ഞുപോയി. രാജകുമാരി സ്പ്രിങ് പെട്ടെന്ന് തന്നെ ഭൂമിയിലെത്തിച്ചേർന്നു. അവൾ ഭൂമിയിൽ കാലുകുത്തിയതും മഞ്ഞുകളെല്ലാം അലിഞ്ഞുപോയി. നദികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. മരങ്ങളെല്ലാം ഫലം നൽകാൻ തുടങ്ങി. മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തിലായി. ഭൂമി വളരെ മനോഹരമായി തീർന്നു. ബ്ലൂലായെ ചുറ്റിയിരുന്ന ഐസ് അലിഞ്ഞും പോയി. അവൾ അതിൽ നിന്നും മോചിതയുമായി. അമ്മേ, സ്പ്രിങ്, എന്റെ മകളെ, നീ എനിക്കായി വന്നു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രാജകുമാരി സ്പ്രിങ് അമ്മയോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. എന്റെ മോളും എന്റെ ഭർത്താവും പിന്നെ എന്റെ മരുമകനും ഞാൻ ആപത്തിലായപ്പോൾ എന്റെ രക്ഷയ്ക്കായി വന്നു. ഞാൻ ഭാഗ്യവതിയാണ്. നീ ഭയപ്പെടേണ്ട. ക്രിസ്റ്റലിന്റെ കാര്യമല്ലേ, ഞാൻ 3 മാസത്തേക്ക് അവളെ നോക്കിക്കൊള്ളാം. പക്ഷെ നീ എന്ത് സന്തോഷ വാർത്തയാ എനിക്ക് തരാമെന്ന് പറഞ്ഞത്? അമ്മേ, ഞാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അവൻ മഴകളുടെ ദൈവമായി മാറും. ഞങ്ങൾ അവനെ മൺസൂൺ എന്ന് പേരിട്ടു. അവൻ എല്ലാ വർഷവും 3 മാസത്തിൽ നിങ്ങളെ കാണാൻ വരും. ഓ, എന്ത് അതിശയമായിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ മോളെ. അപ്പോൾ അങ്ങനെ എല്ലാ അവസാനം ശരിയായി.
എല്ലാ മാസവും രാജകുമാരി 3 മാസത്തേക്ക് ഭൂമിയിൽ ബ്ലൂ ലയെ കാണുവാൻ വരും. അപ്പോൾ ഭൂമി സുന്ദരവുമാകും. അതിനുശേഷം സോളാരിസ് അവളെ തിരിച്ചു കൊണ്ടുപോകാൻ ഭൂമിയിൽ വരും. ഒപ്പം വേനൽക്കാലവും ഭൂമിയിൽ വരും. അതിനുശേഷം മൺസൂൺ അമ്മുമ്മയെ കാണുവാൻ ഭൂമിയിൽ വരും. 3 മാസത്തേക്ക് അവൻ അവരോടൊപ്പം ആയിരിക്കും. ആ സമയം ഭൂമിയിൽ എല്ലായിടത്തും മഴ പെയ്യും. അവനും പോയതിനു ശേഷം മഞ്ഞിനോടൊപ്പം ക്രിസ്റ്റൽ ഭൂമിയിലെത്തും. അവസാനത്തെ 3 മാസങ്ങൾക്കായി ബ്ലൂ ലയുടെ നോട്ടത്തിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അതിന്റേതായ പ്രത്യേകതയുണ്ട്. അവളുടെ മേൽനോട്ടത്തിൽ ഭൂമി ഉജ്ജ്വലമായി.